ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അങ്ങനെ പറഞ്ഞു ഇപ്പോൾ വെക്കേഷനായി. ഇന്ന് ഇന്ന് 29 സൺഡേ. അപ്പോൾ 2 ദിവസം 26 കൂട്ടി, പിന്നെ 27-28 ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പം അത്രയും നാൾ, അതായത് എക്സാമിൻ്റെ ആ ടൈമിലുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ, എക്സാമിന് മുന്നേ തുടങ്ങുന്നതിന് മുന്നേ ഉള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് മുഴുവൻ പറഞ്ഞിട്ടുണ്ടാവുക വെക്കേഷനായിട്ട് ഇനി വീഡിയോസ് ഇടും, വെക്കേഷനായിട്ടാണ് ഇനി വീഡിയോസ് ഉണ്ടാവുക. അപ്പം പറഞ്ഞ് ഇപ്പോൾ വെക്കേഷൻ എത്തിയിട്ടുണ്ട്. ആൻഡ് വെക്കേഷനിലെ വീഡിയോസ് ഇപ്പോൾ സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പം വെക്കേഷൻ ഒരു വീഡിയോസ് ഉണ്ട്. എന്ത് വീഡിയോ എടുക്കുന്നതൊന്നും ഞാൻ പ്ലാൻ ആക്കിയിട്ടില്ല. റീൽസ് ഉണ്ടാവും, അതേപോലെ തന്നെ പിന്നെ ഇപ്പം റീൽസ് ഉണ്ട്, അതെന്തായാലും ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും ലോങ് വീഡിയോ ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ടൻസ് ഉണ്ടെങ്കിൽ അതിടും. അപ്പം ഇപ്പോൾ എടുക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെക്കേഷൻ ആണ് അമ്മേൻ്റെ വീട്ടിൽ പോവാണ്. ഇനി 2 മാസം നമ്മൾ ആടെ ഉണ്ടാവുക. വിഷുവിനൊക്കെ ഇവിടെ വരും കേട്ടോ. അമ്മേൻ്റെ വീട്ടിൽ പോവാണ്. ഇനി 2 മാസം സ്കൂൾ തുറക്കുന്നവരെ അവിടെ ഉണ്ടാവുക. അപ്പോൾ അതിനുള്ളൊരു ഗെറ്റ് റെഡി. അപ്പം ഞാൻ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ അത് ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ മറന്നു പോയിട്ടുണ്ട്. അത് പിന്നെ ഞാൻ വൈകുന്നേരം ഉച്ച സമയം ആയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാനിങ്ങനെ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ എല്ലാം മറന്നുപോയി. ഞാൻ പിന്നെ അത് ഓർത്തിട്ടേ ഉണ്ടാവില്ല. വൈകുന്നേരം ആണ് ഓർത്തത്. അപ്പം എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് ക്യാൻസൽ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പകുതി മുതൽ തുടങ്ങാം. അതായത് ഇപ്പം 3:51, ഇനിയിപ്പോൾ 4 മണി, ഒരു ഹാഫ് ഡേ ഫുള്ളൊന്നും ഇല്ല. നമ്മളവിടെ പോകുന്നതിൻ്റെ വീഡിയോ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അവിടുന്ന് കളിക്കുന്ന കുറച്ച് വീഡിയോസ് മാത്രം. അപ്പം അമ്മേൻ്റെ വീട്ടിൽ പോകുന്നതിൻ്റെ ഗെറ്റ് റെഡി വരുന്നതാണിത്. അത്ര വലുതായിട്ടുള്ള ഒന്നുമില്ല, ഫൗണ്ടേഷൻ ഒന്നും യൂസ് ആക്കുന്നില്ല. ജസ്റ്റ് കണ്ണ് ചെയ്തിട്ട് പോകുന്നു, അത്രയേ ഉള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യുമ്പോൾ എവിടെ കല്യാണത്തിന് പോകുമ്പോൾ അല്ലെ പുറത്ത് പോകുമ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നില്ല നല്ലത്. അല്ലാണ്ട് ഡെയിലി ഏതെങ്കിലുമൊക്കെ ഇപ്പം അടുത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസിൻ്റെ കാര്യം ഒരു തീരുമാനം. അതുകൊണ്ടിപ്പം ഗെറ്റ് റെഡി നോക്കാം. ഇനി എനിക്ക് കുറേ വീഡിയോസ് പെൻഡിങ്ങിൽ ചെയ്ത് തീർക്കാനുണ്ട്. എടുക്കാൻ മാത്രമല്ല, ഇനി ഞാൻ എൻ്റെ അമ്പലത്തിൽ ഉത്സവമുണ്ട്, ഒരടുത്ത അമ്പലത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എഡിറ്റ് ആക്കിയിട്ടില്ല, വോയിസ് ഓവർ കൊടുത്തിട്ടില്ല, ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എനിക്ക് ഇടണം. പിന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഈ എടുക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, അത് ഞാൻ വൈകാതെ തന്നെ ഇടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അത് പ്രതീക്ഷയാണോ അറിയില്ല. ഇന്ന് തന്നെ ഞാൻ ഈ എടുക്കുന്ന ഇന്ന് തന്നെ ഞാൻ മാക്സിമം ഇടാൻ നോക്കാം രാത്രി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല ഗൈസ്, എന്താവുന്നൊന്നും അറിയത്തില്ല. ഞാൻ ചിലപ്പോൾ എഡിറ്റ് ആക്കാൻ മടി കാരണം ഞാൻ എഡിറ്റ് ആക്കത്തില്ല. അപ്പോൾ അത് ലേറ്റായിട്ട് ഞാൻ എടുത്തുള്ളൂ. അങ്ങനെ എന്തായാലും ഇത് ഞാൻ മാക്സിമം ഇന്നലെ ഇടാൻ നോക്കും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ അതിൻ്റെ വീഡിയോസും ഞാൻ എഡിറ്റ് ആക്കിയില്ല, വോയിസ് ഓവർ കൊടുത്തില്ല. അതെന്തായാലും ഇനിയിപ്പം കൊടുത്തിട്ട് ഇടണം. അത് കുറേ ആയി കഴിഞ്ഞിട്ട്, മാർച്ചിൽ കഴിഞ്ഞതാണ്. മാർച്ച് സ്റ്റാർട്ടിങ് ഒരു 17 പാട്ട്, ആ ടൈം 16-17 പാട്ട് ആ ഒരു സമയത്ത് ഉണ്ടായതാണ്. അത് ഞാൻ എഡിറ്റ് ആക്കിയില്ല. ആ സമയത്ത് എക്സാം ആയിരുന്നല്ലോ, അതുകൊണ്ടാണ് എഡിറ്റ് ആക്കാത്തത്. ആൻഡ് ഇനിയിപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എഡിറ്റ് ആക്കി ഇടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കാണാൻ നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെക്കേഷനായി മാത്രമല്ലേ പോകുന്നുള്ളൂ. ഇപ്പോൾ ഒന്നും അങ്ങനെ പോകുന്നില്ലല്ലോ. അവൾ വൈകുന്നേരം ഉറങ്ങുന്നതാണോ ഒന്നൊന്നും അറിയില്ല. അവിടെ പോയിട്ട് എന്താണെന്ന് വെച്ചാൽ അറിയില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എണീക്കില്ല എന്തായാലും. അപ്പോൾ നമുക്കിപ്പോൾ ഗെറ്റ് ഞാൻ കുറേ എന്തെല്ലോ പറഞ്ഞിട്ട് അങ്ങനെ ലാഗായിട്ടുണ്ട്. ആദ്യം ഐബ്രോ ഫിൽ ചെയ്ത് ഞാൻ വരാം. ഐബ്രോ ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഈ ഫോൺ നോക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ നോക്കി ചെയ്തൊന്നും എനിക്ക് നടക്കില്ല, എല്ലാം കുളമാക്കും. കണ്ണാടിയിൽ തന്നെ നോക്കി ചെയ്യണം, എന്നാലും ഇതെല്ലാം എനിക്ക് സെറ്റ് ആവുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഐബ്രോ ഫിൽ ചെയ്ത് തരാം. അപ്പോൾ ഗൈസ് ഐബ്രോ ഫില്ലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഐലൈനർ പറഞ്ഞിട്ട് തരാം, അത് കണ്ണെഴുതിയിട്ട് തരാം. അപ്പോൾ ഗൈസ് മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മേക്കപ്പ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം മുടി കെട്ടണം ഗൈസ്. അത് കുറച്ചുകൂടി കഴിഞ്ഞ് കെട്ടിയാൽ മതി. ബിക്കോസ് ഓട്ടോ 5 മണി 5:30 ആ ടൈമിലാണെന്നാണ് പറഞ്ഞത്. അപ്പം കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കെട്ടിയാൽ മതി മുടി. ഇപ്പോൾ കെട്ടേണ്ട ആവശ്യമില്ല. മുടി കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഓപ്പണായിട്ട് ഇടുന്നില്ല. അവിടെ വലിയ പ്രശ്നമൊന്നുമില്ല. ലേറ്റ് ആയാലും ജസ്റ്റ് അങ്ങനെ ഇട്ടാൽ മതി, അവിടെ സീനൊന്നുമില്ല. ഇനിയിപ്പം അവിടെ പോയിട്ട് അവൾ ഉറങ്ങുന്നതായിരിക്കുമല്ലോ. എന്താ വെച്ചാൽ 5 മണിക്ക് ഇവിടുന്ന് 5 മണി 5:30 ആവില്ലേ പോകുമ്പോൾ. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അപ്പം ഉറങ്ങുന്നല്ലായിരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഗൈസ് ഇന്ന് ഞാനിത് കണ്ടോ, ഈ ഒരു പൊട്ട് എക്സ്ട്രാ തൊട്ടിട്ടുണ്ട്. എന്നല്ല, എനിക്ക് 2 കൂടി തൊട്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി.
അത് ഞാൻ ഇത് മാത്രം വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, അതെനിക്ക് ഇഷ്ടമായില്ല. അപ്പോൾ ഇത് രണ്ടും കൂടി വെച്ചപ്പോൾ എന്നാലും ഇഷ്ടമായി. അത് ഞാൻ പിന്നെ അത് ഇഷ്ടമാവാൻ തുടങ്ങിയ ആ ബ്ലാക്ക് കളർ മാത്രം ഐലൈനർ വെച്ചിട്ട് മാത്രം ഡോട്ട് എടുത്തു. അപ്പം ഞാൻ പറഞ്ഞു ഇതും കൂടി വെച്ച് കൊടുക്കുന്ന രണ്ടും കൂടി വെച്ചാൽ രസം ഉണ്ടാവും. അപ്പം അങ്ങനെ വെച്ചു, എനിക്ക് ഇഷ്ടമായി. അതുകൊണ്ട് രണ്ടു വെച്ചത്. ഇനിയിപ്പം പോവാണ്. പിന്നെ മുടി കെട്ടുമ്പോൾ കാണാം. മുടി കെട്ടുമ്പോൾ വീഡിയോ ഒന്നും എടുക്കില്ല, അതുകൊണ്ട് തന്നെ പോകുമ്പോൾ കാണാം. അത്രയേ ഉള്ളൂ. ബൈ ബൈ. ഹലോ ഗൈസ്, അപ്പം ഞാൻ ഒരുങ്ങിയിട്ടുണ്ട്, മുടിയൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ മുട്ടായിരുന്നു, അതാണ് പ്രശ്നം. ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അൺബോക്സിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റും. അത് ഫോൾഡ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത് ഇനിയും ഫോൾഡ് ചെയ്യാൻ പറ്റും. ഇത് കഴിച്ചിട്ട് വീണ്ടും ഇനി മാറ്റി വെക്കാൻ പറ്റും. പക്ഷേ ഇത് കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇടാൻ പണിയാണ്. അതുകൊണ്ട് എനിക്കത് കൈയില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൈ പിടിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇത് മുഴുവനായിട്ട് ഫോൾഡ് ചെയ്ത് ഇതിൻ്റെ ഹൈറ്റ് കുറച്ചിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ കഴിച്ച് വെക്കാം. ഇതിപ്പോൾ കഴിക്കുന്നില്ല, കൈ പിടിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പം 4:45 ഇനിയും ഉണ്ട് സമയം. പക്ഷേ ബോറടിക്കുന്നു, വെറുതെ ഇരിക്കും. നമ്മൾ പോവാണ്. ഇനി അവിടെ എടുത്തിട്ട് കാണാം. അപ്പം നമ്മളവിടെ എത്തിയോടെ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഹായ് പറ, ഹായ് ബൈ പറ, ബൈ. ഫ്ലൈങ് കിസ് കൊടുക്ക്, ഫ്ലൈങ് കിസ്. കൊടുക്ക്. തെറ്റ പറ, ഡേറ്റ പറ. ബൈ പറ, ബൈ. പിന്നെ ഞാൻ പൂവൊക്കെ പറിച്ചിട്ട് ജസ്റ്റ് ഇരിക്കുമ്പോഴാണ്, അല്ലാണ്ട് വേറൊന്നുമില്ല. പിന്നെ അത് ഞാൻ പൂവൊക്കെ കൊടുക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അത് വാങ്ങിയിട്ടോ സന്തോഷത്തോടെ തന്നെ. എനിക്ക് ഹായൊക്കെ തരുന്നുണ്ട് കണ്ട ഇടക്കിടക്കൊക്കെ. പിന്നെ ആ പൂ കൊണ്ടാണ് കളി. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ പറിച്ചിട്ടുണ്ട്, കയ്യിൽ തന്നെ തിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ, വേറൊന്നും ഇല്ല. അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള ഫുൾ വീഡിയോ ഒന്നുമില്ല, ഇടക്കിടക്കുള്ള വീഡിയോ മാത്രമേ ഞാൻ എടുത്തുള്ളൂ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളവിടെ എത്തി. ആൻഡ് ഇനിയും വീഡിയോസ് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.